ഫ്രണ്ട്സ്, ലക്ഷ്യം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചപ്പാത്തി റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് മുട്ടക്രോസ്, ക്യാരറ്റ്, സവാള, തക്കാളി, പച്ചമുളകും. കൂടാതെ ഞാൻ 3 കോഴിമുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം കോഴിമുട്ട ഓപ്ഷനിലാണ്, താറാമുട്ട വേണമെങ്കിൽ നമുക്ക് താറാമുട്ട എടുക്കാം. അപ്പോൾ ഞാൻ 3 കോഴിമുട്ട പൊട്ടിച്ച് ഞാൻ പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു പാത്രം എടുത്ത് അത് ചൂടായി കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കുന്നില്ല, കാരണം നമുക്ക് ഇതിനകത്ത് കടുക് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വേണം മിക്സ് ചെയ്യേണ്ടത്. ആദ്യമേ നമ്മൾ ഉപ്പിടുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ എത്തും. അപ്പോൾ നമ്മൾ അതിനുള്ള ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിക്കുക. ഇത് പെട്ടെന്ന് വേവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കണം, നമ്മൾ തുറന്ന് നോക്കുക. ഇളക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് വെന്തതിനകത്തോട്ട് നമ്മൾ ഈ മുട്ട പൊട്ടിച്ചത് ഒഴിക്കുക. പിന്നെ ഒരു കാര്യം, ഇതിട്ട് ഇളക്കരുത്. കാരണം മുട്ട ഇളക്കി കഴിയുമ്പോൾ അങ്ങ് ചെറുതായി പോകും. നമുക്ക് ഇച്ചിരി കഷ്ണങ്ങളായിട്ട് കിടക്കേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ചെടുത്ത് ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ അതൊന്ന് വേവിക്കുക. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് വെന്ത് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മളങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതലിടുക. നമ്മൾ ഒരുപാട് ഇടരുത്, ചവച്ച് പോകും. ആവശ്യത്തിന് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തടി മസാല എല്ലാം കൂടെ പൊടിച്ചതും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇട്ടേച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് വെന്തിട്ട് നമ്മൾ ഇളക്കുവാണെന്നുണ്ടെങ്കിൽ മുട്ട പൊടിയത്തില്ല. നമ്മൾ ഈ പച്ചയ്ക്ക് ഒഴിച്ചിട്ട് നമ്മളിട്ട് ഇളക്കരുത്. ഇളക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും, കുറച്ച് മതി, കുറച്ച് ടൊമാറ്റോ സോസും, പിന്നെ കുറച്ച് സോയാ സോസും, പിന്നെ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസും കൂടെ ഇടുക. ഇത് ഇവിടെ ചില്ലി സോസ് ഇരിപ്പുണ്ടായിരുന്നു, അതാണ് ഞാൻ ചില്ലി സോസും കൂടെ ആഡ് ചെയ്തത്. എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് പൊട്ടിച്ചിടുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇത് ഏകദേശം ഇതിൻ്റെ കുക്കിംഗ് ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം മല്ലിയില ഇടാവുള്ളൂ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി ചൂടാക്കുക. എന്നിട്ട് ഇത് തിരിച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം മാത്രമേ ബട്ടർ ഇടാവുള്ളൂ. ബട്ടർ ഇട്ടിട്ട് നമ്മൾ എല്ലായിടത്തും ഒന്ന് പരത്തണം. ആ ബട്ടർ എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഒരു സൈഡിൽ ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് പിന്നെ ഒന്നും കൂടെ തിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ആ ബട്ടർ 2 സൈഡിലും ഓക്കെ ആയി കഴിഞ്ഞ് അപ്പോഴത്തേക്ക് നല്ലതുപോലെ പൊങ്ങി വന്നിട്ട് നമ്മുടെ ഒരു പാത്രത്തിനകത്തോട്ട് നമ്മളിത് എടുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതും കൂടെ അതിനകത്തോട്ട് ഇട്ടച്ച് നമ്മളത് റോൾ ചെയ്യുക. അപ്പോൾ ഈ കൂട്ടത്തിൽ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് നമ്മളിതിങ്ങനെ റോള് ചുറ്റണം. ചുറ്റി കഴിയുമ്പം ചുറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതും കൂടെ അതുപോലെ റെഡിയാക്കി വെക്കുക. അങ്ങനെ ഞാൻ ഇന്ന് 5 എണ്ണമാണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിൻ്റെ ആവശ്യമുള്ളൊന്ന് മെനക്കെട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ സ്വാദിഷ്ടമായ ചപ്പാത്തി റോള് കഴിക്കാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഷോയ്ക്ക് വേണ്ടി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ആകെ